ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാരൂസ് എഡു ടിപ്സ്. എല്ലാ സുഹൃത്തുക്കൾക്കും ഷാരൂസ് എഡു ടിപ്സിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിഞ്ഞു. ഇനി 2ഉം 3ഉം 4ഉം ഘട്ടക്കാർ നല്ലതുപോലെ പഠിക്കുക. ന്യൂ ഇയർ ഒക്കെ ആണ്, ആഘോഷങ്ങളിൽ മാത്രം മുഴുകാതെ പഠനത്തിൽ ശ്രദ്ധിക്കുക. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2024 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. 2024 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം: ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധിക്കൽ. അപ്പോൾ 2024 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമാണ് ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധിക്കൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെൻറ്റ് എവിടെയാണ്? ഉത്തരം ചെന്നൈ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെൻറ്റ് എവിടെയാണ്? ചെന്നൈ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലോറർ 1 ഏത് രാജ്യത്തിൻ്റെ കൃത്രിമോപഗ്രഹമാണ്? ഉത്തരം അമേരിക്ക. അമേരിക്കയാണ് എക്സ്പ്ലോറർ 1 കൃത്രിമോപഗ്രഹം. എക്സ്പ്ലോറർ 1 ഏത് രാജ്യത്തിൻ്റെ കൃത്രിമോപഗ്രഹമാണ്? അത് അമേരിക്കയുടെ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത്? പി ഹരീഷ്. ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് പി ഹരീഷ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നഗരഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം? അഹമ്മദാബാദ്. നഗരഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം? അഹമ്മദാബാദ്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, 2024 ബ്രിക്സ് സമ്മേളനം നടന്നതെവിടെ? ഉത്തരം റഷ്യ. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് റഷ്യയിലാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയും ഏത് രാജ്യവും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഗരുഡശക്തി? ഉത്തരം ഇന്തോനേഷ്യ. ഇന്ത്യയും ഏത് രാജ്യവും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഗരുഡശക്തി? ഇന്തോനേഷ്യ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിക്കപ്പെട്ടത്? കെ സഞ്ജയ് മൂർത്തി. ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിക്കപ്പെട്ടത് കെ സഞ്ജയ് മൂർത്തി. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ സ്വകാര്യ കമ്പനിക്ക് അനുവദിച്ച ആദ്യത്തെ കാപ്റ്റീവ് പവർ പ്രോജക്റ്റ് ഏതായിരുന്നു? മണിയാർ. കേരളത്തിൽ സ്വകാര്യ കമ്പനിക്ക് അനുവദിച്ച ആദ്യത്തെ കാപ്റ്റീവ് പവർ പ്രോജക്റ്റാണ് മണിയാർ. പത്താമത്തെ ക്വസ്റ്റ്യൻ, 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക. 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഖത്തറിൽ നടന്ന ലോക ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം കിലിയൻ എംബാപ്പെ. ഖത്തറിൽ നടന്ന ലോക ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ചത് കിലിയൻ എംബാപ്പെ. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും നിരീക്ഷിച്ചത്? കേരള ഹൈക്കോടതി. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും നിരീക്ഷിച്ചത് കേരള ഹൈക്കോടതിയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ്റെ പേര്? പാർവതി ബർവ. ഹസ്തികന്യ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ്റെ പേരാണ് പാർവതി ബർവ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ്റെ പേര് പാർവതി ബർവ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ
ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത്? പാട്ന. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാട്നയിലാണ്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ റോംബോ പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഉത്തരം തൃശ്ശൂർ. ഇന്ത്യയിലെ ആദ്യ റോംബോ പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂരാണ് ഇന്ത്യയിലെ ആദ്യ റോംബോ പാർക്ക് സ്ഥാപിതമാകുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്ത് ആദ്യമായി ബഹിരാകാശ സേനയ്ക്ക് രൂപം നൽകിയ രാജ്യം? ഉത്തരം അമേരിക്ക. ലോകത്ത് ആദ്യമായി ബഹിരാകാശ സേനയ്ക്ക് രൂപം നൽകിയ രാജ്യമാണ് അമേരിക്ക. അമേരിക്കയാണ് ലോകത്ത് ആദ്യമായി ബഹിരാകാശ സേനയ്ക്ക് രൂപം നൽകിയത്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവർ? ഉത്തരം PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ആർക്കൊക്കെയാണ്? PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ. 2024 ഏത് ജീവിവർഗങ്ങളുടെ വർഷമായാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? ഉത്തരം ഒട്ടകം. 2024 ഏത് ജീവിവർഗങ്ങളുടെ വർഷമായാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? ഉത്തരം ഒട്ടകം. 19ാമത്തെ ക്വസ്റ്റ്യൻ. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആര്? ഉത്തരം പ്രീതി രജക്. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജകാണ്. പ്രീതി രജകാണ് കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ. 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന്റെ വേദി ഏതായിരുന്നു? ഉത്തരം ഭുവനേശ്വർ. 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന്റെ വേദി ഭുവനേശ്വറാണ്. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പുതുതായി നിർമ്മിച്ച ഇന്ത്യൻ പാർലമെന്റ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം ബിമൽ ഹസ്മുഖ് പട്ടേൽ. പുതുതായി നിർമ്മിച്ച ഇന്ത്യൻ പാർലമെന്റ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത് ആര്? ബിമൽ ഹസ്മുഖ് പട്ടേൽ. ബിമൽ ഹസ്മുഖ് പട്ടേലാണ് പുതുതായി നിർമ്മിച്ച ഇന്ത്യൻ പാർലമെന്റ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത്. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷ? വിജയ കിഷോർ രഹത്കർ. ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷയാണ് വിജയ കിഷോർ രഹത്കർ. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. വായു ഗുണനിലവാര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും മലിനമായ നഗരം? ഉത്തരം ലാഹോർ. വായു ഗുണനിലവാര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും മലിനമായ നഗരമാണ് ലാഹോർ. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ട് അധിഷ്ഠിത സ്വയം പ്രവർത്തിക്കുന്ന ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് സൗകര്യം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ട് അധിഷ്ഠിത സ്വയം പ്രവർത്തിക്കുന്ന ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് സൗകര്യം ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം? ഉത്തരം ഉത്തരാഖണ്ഡ്. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 27ാമത്തെ ക്വസ്റ്റ്യൻ. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം? താന്തൈ വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് താന്തൈ വന്യജീവി സങ്കേതം. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത് എവിടെ വെച്ച്? ഉത്തരം രാജസ്ഥാനിലെ പൊക്രാൻ. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത് രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചാണ്.
രാജസ്ഥാനിലെ പോക്രാനിൽ വെച്ചാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത്. അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ചത് ആര്? ഉത്തരം യശ്വന്ത് സിൻഹ. യശ്വന്ത് സിൻഹയാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ദ്രൗപദി മുർമുവിന് എതിരെ മത്സരിച്ചത്. അപ്പോൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ചത് യശ്വന്ത് സിൻഹ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ 30ാമത്തെ. ലോക ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 10 ആണ് ലോക ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ലോക ശാസ്ത്ര ദിനം നവംബർ 10. നമ്മളിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്. ഈ വർഷം PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടിയാണ് ഉൾപ്പെടുത്തിയത്. എല്ലാവരും പഠിക്കുക. താങ്ക് യു.